CPM നേതാവ് ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചെയ്യുന്നു. ശ്രീ കെ അനിൽകുമാർ, ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയായിരുന്നു. അത് അവർക്ക് ഈ അന്വേഷണ സംഘത്തിൽ അശേഷം വിശ്വാസമില്ല, അവർ മേൽക്കോടതിയെ സമീപിക്കും, സ്വാഭാവികമായും നിയമപരമായി അവരുടെ അവകാശമാണത്. കോടതി താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ശ്രീ അനിൽകുമാർ? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM-നെ സംബന്ധിച്ചോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള മുൻവിധികളുമില്ല. CPM-ന്റെ സമുന്നതയായ ഒരു നേതാവും പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ബഹുമാനപ്പെട്ട ഒരു വനിത വൈയക്തികമായി നടത്തിയ ഒരു പ്രതികരണം, അത് രാഷ്ട്രീയ പ്രതികരണമല്ല, അവിടെ ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് അവർ വൈയക്തികം നടത്തിയ പ്രതികരണം, അതിന് തീർച്ചയായിട്ട് ദാരുണമായ ഒരു സംഭവം ഉണ്ടായി എന്നത് CPM അക്കാര്യത്തിൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ സംഭവങ്ങളെ ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ മൃതദേഹത്തെ കൂടെ അനുയാത്ര ചെയ്ത് അവരോടൊപ്പം ആ കുടുംബത്തോടൊപ്പം ഇപ്പോഴും നിലകൊള്ളുന്നത്. കേരള പോലീസിന്റെ അന്വേഷണത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ളതാണ് ഇന്ന് ഈ വിധി പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CBI ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സാങ്കേതികമാണ്. അതിന്റെ യാത്രയിൽ എന്താണോ ഇപ്പൊ ലഭ്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും മികവുള്ള അന്വേഷണം കേരള പോലീസ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പൊ ശരിയാണ് ശ്രീ കെ അനിൽകുമാർ, താങ്കൾ പറയുന്നത് ഇത് പോലീസ് അന്വേഷണത്തെ ശരിവെക്കുക തന്നെയാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഇത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. അത് ആ കുടുംബം മാത്രമല്ല, അവർ പരമ്പരാഗതമായ പാർട്ടി കുടുംബമാണ്, പാർട്ടി നേതാക്കളൊക്കെ ഉള്ള ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിന് നമ്മുടെ സർക്കാരിൻ്റെ പോലീസിൽ എന്തുകൊണ്ടാണ് അവരുടെ അവിശ്വാസം അവർ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ശ്രീ അനിൽകുമാർ? അല്ല, ഒരു കുടുംബത്തിനകത്ത് വൈയക്തികമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ CPM നിലപാടെടുക്കുന്നു, പാർട്ടി നിലപാടെടുക്കുന്നു, അതിനോട് ബോധ്യക്കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ അന്വേഷണ സംവിധാനം എന്നുള്ളത് വ്യത്യസ്തമാണ്, നിയമപരമായി പ്രവർത്തിക്കുന്നതാണ്. അതിലെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവകാശം അവർ വിനിയോഗിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഒരു കുറ്റപത്രം പരിശോധിക്കുന്ന കോടതിയുടെ നിലവാരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പരിശോധന നടന്നു. സാധാരണഗതിയിൽ ഈ പരിശോധന നടക്കുന്ന എപ്പോഴാണ്? കുറ്റപത്രം വിചാരണ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ആ കോടതിയാണ് പ്രാഥമികമായ പരിശോധന നടത്തി കുറ്റപത്രം തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്നത്. ഇത് ആ ഘട്ടത്തിലേക്ക് പോകുന്ന നീതി കിട്ടത്തക്ക വിധം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി അസ്വാഭാവികമായി ഒന്നും തെറ്റായി കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ള ഏതൊരാൾക്കും ഇനിയും അത് തുറന്ന് ചൂണ്ടിക്കാണിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ അവിടെ അറച്ചു നിൽക്കുകയല്ല കേരള ഗവൺമെന്റ് ചെയ്യുക. ഒരു വിധി കിട്ടിപ്പോയി, ഇനി അവർക്കെതിരായിട്ടൊന്നും ഇല്ല, അങ്ങനെ കാഴ്ചപ്പാടില്ല. പരാതി ഉണ്ടെങ്കിൽ ഇനിയും വസ്തുതകളെ കൊണ്ടുവരൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുടുംബം ആവശ്യപ്പെട്ടത് അതനുസരിച്ച് CCTV ദൃശ്യങ്ങൾ, ടെലിഫോൺ രേഖകൾ, കളക്ടർ അടക്കമുള്ള ആളുകളുടെ സമ്പർക്ക നിലപാടുകളെ വ്യക്തമാക്കുന്ന രേഖകൾ, ഇതെല്ലാം എണ്ണി 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 കണ്ണൂരിലെ വിചാരണ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞതാണ്. അതിന്റെ പകർപ്പടക്കമാണ് ഇപ്പോ അന്വേഷണത്തിന്റെ CD ഫയൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പരിശോധനയ്ക്ക് ലഭ്യമാക്കിയത്. ഇനിയും ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനാണ് ഗവൺമെന്റ് തീരുമാനം, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം. അവിടെ ഒന്നും ഒരു തരത്തിലും ആ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു താല്പര്യത്തിനെതിരായി ഞങ്ങൾ നിന്നിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. എന്തോ അങ്ങ് യാത്രയാണെന്ന് തോന്നുന്നു ശ്രീ അനിൽകുമാർ, എന്തോ ഒരു ഓഡിയോ ബ്രേക്ക് പോകുന്നു. താങ്ക് യു ശ്രീ കെ അനിൽകുമാർ. എന്തായാലും കൊലപാതകം എന്നതടക്കം കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്ന് കോടതി പറയുകയാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത് അങ്ങനെയാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൽ എന്തുകൊണ്ടോ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്. എന്തുകൊണ്ടോ എന്നുള്ളതല്ല, അവർക്കതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ കളക്ടറുടെ ഇടപെടലടക്കം കൃത്യമായി പരിശോധിക്കുന്നില്ല, CDR എടുക്കുന്നില്ല, തുടങ്ങിയ വേറെ നമ്പറുകളുണ്ടോന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലടക്കം കളക്ടറുടെ ദുരൂഹമായ ഇടപെടലുകളടക്കം അവർക്ക് കൃത്യമായ ആശങ്കകളും ആവലാതികളും ആധികളുമുണ്ട്. അപ്പോൾ അത് കോടതി സമക്ഷം സമർപ്പിച്ചു. കോടതി അത് കേട്ടില്ല എന്ന സങ്കടം അവർക്കുണ്ട്. പക്ഷേ പിന്നോട്ടേക്കില്ല, ഇത് പോരാട്ടമാണ്, പോരാട്ടത്തിൽ മുന്നോട്ടേക്ക് തന്നെയാണ്.